എന്റെ കർത്താവേ, കുളിച്ചങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ എന്തൊരു ചൂടാ ഇത്. വിയർത്ത മനുഷ്യൻ. പിന്നെ പോണ്ടേ? മീറ്റിംഗ് തുടങ്ങാറായി. കഴിച്ചൂടെ? നിനക്ക് അങ്ങോട്ട് കഴിച്ചൂടെ? അതിന് ഞാൻ എന്തിനാണ്? ഒലക്കേ? നീ ഇപ്പൊ ഒലക്കേ കഴിക്കണം, മരുന്നാ കഴിക്കണത്? മരുന്ന് കഴിക്കണമെങ്കിൽ ഒലക്ക വേണ്ടേ ക്ലീറ്റാ? അതിന് ഒലക്ക വെച്ചിട്ട് കുത്തി ഇറക്കണം മരുന്ന്. എന്താ കഷായമല്ലേ, ഇച്ചിരി കയ്പൊക്കെ ഉണ്ടാവും, അങ്ങോട്ട് കുടിച്ചാൽ മതി. എന്താണ് ക്ലീറ്റാ? എന്താണ് വൈദ്യന്റെ അടുത്തുനിന്ന് കൊണ്ടുവന്ന പച്ചമരുന്ന് കാണിച്ചല്ലേ ക്ലീറ്റോനെ? അത് ഇടിച്ച് പിഴിഞ്ഞ് കുടിക്കണമെന്ന് ഞാൻ ഇന്നലെ മുതൽ പറയണല്ലേ. അല്ല, ഞാനേ ഈ വൈദ്യന് കാശ് നിങ്ങൾ കൊടുക്കണുണ്ട്, അയാൾക്ക് ഈ മരുന്ന് ഇടിച്ച് തന്നാൽ എന്താ പ്രശ്നം? പിന്നെ എന്തിനാണ് ഈ കാശ് മേടിക്കുന്നത്? പിന്നെ ഞാനൊരു കാര്യം പറയാം, ഈ നടുവേദന ഇന്ന് കേരളത്തിലുള്ള എല്ലാ പെണ്ണുങ്ങൾക്കും ഉണ്ട്. കാരണം എന്താണ്? കുനിഞ്ഞൊന്നും മുറ്റം അടിക്കൂല, അമ്മിയിലൊന്നും അരയ്ക്കൂല, വെള്ളം കോരൂല. അപ്പൊ ഇതെല്ലാം വലിയ അസുഖം വരും. നീ ഒന്ന് മുറ്റം അടിച്ചു നോക്കിയാൽ അതെല്ലാം മാറും. ഇപ്പൊ 2 ചോദ്യമാണ് ക്ലീറ്റോനോട് ചോദിച്ചത്. വൈദ്യന് മരുന്ന് ഇടിച്ചു തന്നാലെന്താന്ന്? വൈദ്യന് മരുന്ന് ഇടിച്ചു തന്നിട്ടുണ്ടെങ്കിൽ ഒരാഴ്ച കഴിക്കാനുള്ള ചീത്തായി പോവില്ലേ മനുഷ്യ? നിങ്ങൾക്ക് ബോധമില്ലേ? അല്ല, 2 ദിവസം ഒരിക്കലുള്ളത് മേടിക്കാമല്ലോ. അപ്പൊ ഞാൻ 2 ദിവസം കൂടുമ്പോ വൈദ്യന്റെ അടുത്തോട്ട് പോണോ? ആ, പോണം. പോയി മേടിച്ചിട്ട് വരണം. നിനക്ക് പിന്നെ നടുവേദന എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ. പിന്നെ എന്താ പറഞ്ഞത്? മുറ്റടിക്കണം, അരയ്ക്കണം, ഇത് വെക്കണം, മറ്റത് ചെയ്യണം, മറിച്ചത് ചെയ്യണം. കേരളത്തിലുള്ള പെണ്ണുങ്ങൾക്കൊക്കെ നടുവേദന ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ സഹിക്കണമെന്നുണ്ട്. അതിനകത്തൊന്നുമില്ല കൈയിട്ട് വരാൻ. ഞാൻ എന്തോ എപ്പോഴും മറന്നു വെച്ചോളൂ, എനിക്ക് തോന്നല. അതാണ് ആ സ്ഥലമൊക്കെ മാറ്റി. അതെ, ഞാൻ പറഞ്ഞില്ലേ, എന്തെങ്കിലും ശരീരമാണെങ്കിൽ ജോലി ചെയ്താൽ മതി. ക്ലീറ്റ് ഒരു ഒലക്ക മേടിച്ചതാ, ഞാൻ മരുന്നിടിക്കട്ടെ. ഞാൻ നിങ്ങളോട് പട്ടുസാരി ഒന്നും ചോദിച്ചേ. ഇതിലും ഭേദം ഞാൻ പട്ടുസാരി വാങ്ങിച്ചു തരാം. പട്ടുസാരി കഴിക്കുമ്പോ പറയാ ഒലക്ക എന്ന് പറയാനൊന്നും ഞാൻ വരൂല. നീ ഇപ്പൊ അത് വേറെ എവിടെയെങ്കിലും അപ്പുറത്തെ എവിടെയെങ്കിലും കൊണ്ട് ഇടിക്കുക വിഴിയൊക്കെ ചെയ്യും. അല്ലെ, ഇവിടെ അങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നല്ലോ, അതെന്ത് ചെയ്തു? ഓർമ്മയില്ലേ നിങ്ങൾക്ക്? ഓർമ്മയില്ല എന്ത് ചെയ്തു? പട്ടീനെ ഓടിച്ചിടാൻ വേണ്ടിട്ട് ഒലക്കെ പിടിച്ചോടി. ഇപ്പൊ നിങ്ങൾ അതും കൊണ്ടല്ലേ അലച്ചും കെട്ടി വീണ ഒലക്കെ ഓടിച്ച്. അത് ഒടിഞ്ഞാൽ അതിന്റെ പകുതി എടുത്തു വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യത്. അല്ലാണ്ട് എനിക്ക് മീറ്റിങ്ങിന് പോണ സമയം കത്തിച്ചത്. പിന്നെ ഇനിയിപ്പോ പോട്ടെ. ഇനിയിപ്പോ ഞാൻ പറയില്ല എവിടെയെങ്കിലും കൊണ്ട് ഇടിക്കുന്നേ. എനിക്ക് ഒലക്ക മേടിച്ചു തന്നിട്ട് പോന്നേ. കഴിക്കാനോ കുടിക്കാനോ എന്തെങ്കിലും ഉണ്ടാ? ഒന്നുമില്ല. ഇല്ലല്ലോ, വേണ്ട. പാർട്ടി മീറ്റിങ്ങിന് അവിടെ ഉണ്ട് കാപ്പി. എടി, ഒലക്കൊക്കെ എത്ര രൂപ ആവുന്ന നീ വിചാരിക്കണം? എന്റെ പൈസ ഒന്നുമില്ല. ഞാനേ ഇവിടെ ചൂലുണ്ടോ ഇപ്പൊ? എടി, ചൂല് കൊണ്ട് മുറ്റം അടിക്കാൻ നീ ഒരു ദിവസം ചെയ്തു നോക്കും. നിന്റെ നടുവേദന മാറിയില്ലെങ്കിൽ നീ എന്റെ പേര് മാറ്റി. എനിക്ക് മുറ്റം അടിച്ചിട്ട് നടുവേദന മാറണ്ട. എന്നാ പിന്നെ നീ പോയി റെസ്റ്റ് എടുക്കും. എനിക്ക് ഒലക്ക മേടിച്ചു തരാനേ. ഒലക്ക മേടിച്ചു തരാൻ നിനക്ക് വേറെ എന്തെങ്കിലും പറയണ്ട. കൊലക്കായിട്ട് രാവിലെ നീ ഇവിടെ കിടന്നു. എന്നാലും ഒരു സന്തോഷം സമാധാനം ഉണ്ടല്ലോ, നീ ഇവിടെ തന്നെ കിടക്കണുണ്ടെന്നുള്ളത്. നീ ഇവിടെ കിടക്ക്. ഇത് ക്ലീറ്റോ എഴുതി വെച്ചോ. ക്ലീറ്റോ, ഇത് ദൈവം മോളിലിരിക്കുന്ന ദൈവം കാണുന്നത്. നിങ്ങൾക്ക് ഇനി വരും നടുവേദനയും കാലുവേദനയും കൈവേദനയൊക്കെ ആയിട്ട് ഇതൊക്കെ എനിക്ക് നിലവിൽ ഇപ്പൊ തന്നെ ഉണ്ട്. പിന്നെ ഇതൊന്നും ഞാൻ ആരോടും പറയണമില്ല, ഇതിന് മരുന്ന് കഴിക്കണല്ലേ. അതൊക്കെ അങ്ങ് മാറും. ഇവിടെ നിന്ന് ഇപ്പം നടന്ന് അങ്ങോട്ട് പോകുമ്പോൾ അതങ്ങ് മാറും. അത്രേ ഉള്ളൂ. രക്തഓട്ടം ഇങ്ങനെ നമ്മുടെ കാലിൽ സഞ്ചരിക്കുമ്പോൾ അതെല്ലാം മാറി കിട്ടും. പിന്നെ നടുവേദന നീ ഇനി മൂവിട്ട് എന്റെ കൊച്ചിട്ട് തന്നോളൂ കേട്ടോ. ക്ലീറ്റോ ഭയങ്കര കഷ്ടമാണ്. ക്ലീറ്റോ നിക്ക്. ക്ലീറ്റോ പിറകെ വിളിക്കരുത്. ഞാൻ ഒരു നല്ല മീറ്റിങ്ങിന് പോവാണ് കേട്ടോ. അയ്യോ പിന്നെ ഭയങ്കര നടിയല്ലേ നീ? ചുമ്മാ നീ ആ ചൂലെടുത്ത് ഇവിടെ ഒന്ന് അടിക്കും. കളിക്കരുത്. ഞാൻ തരും. പോകട്ടെ. എനിക്ക് കേട്ടുകൂടാ, ചെവി കേട്ടുകൂടാ. നല്ല കുറെ ദിവസമായി നല്ല വൃത്തിയുള്ള ഭക്ഷണം കഴിച്ചിട്ട്. ഇങ്ങനെ പറയുന്നത്? ഞാൻ എപ്പോഴും നന്നായിട്ട് തന്നെ ഉണ്ടാക്കി. അല്ല, ഇന്ന് കാളനൊക്കെ ഗംഭീരായി. എങ്ങനെ വെച്ചത് നീ? കണ്ണ് കുത്തി പൊട്ടിക്കും ഞാൻ. അതെ, നീ ഇത് സ്വന്തമായിട്ട് വെച്ചതാണോ ഇവിടെ തന്നെ വാങ്ങിച്ചാണോ? അതെ, എന്തായാലും നന്നായി. മണം പോയിട്ടില്ല പോടും കേട്ടോ. ആ, ഊണഴിച്ചാ? കഴിക്കാം. എനിക്കൊരു ഒലക്ക മതി. അയ്യോടാ, ഇപ്പൊ ഒലക്കയാ ഉച്ചക്ക് തിന്നുന്നേ. ഒലക്ക കഴിക്കണേ. ഒലക്കാന്ന് കേൾക്കുമ്പോ ഇത്ര തമാശ എന്താ അതിനകത്ത്? ഒലക്ക അല്ല, രാത്രി ഒലക്ക വിഴുങ്ങിയിരിക്കണത് ഞാൻ ആലോചിച്ചു ചെയ്താ. ഞാൻ സീരിയസ് ആയിട്ടാ പറഞ്ഞ. ഇവിടുത്തെ ഒലക്ക എന്ത്? ഇവിടുത്തെ ഒലക്ക കൊള്ളൂല എന്നല്ല, അത് നടുവൊടിഞ്ഞല്ലേ?
ഇവിടുത്തെ ഒലക്ക ചീത്തായി പോയി ഉപയോഗിക്കാതെ. ചുമ്മാ പറയാണ് എനിക്ക് തരാൻ പറ്റാഞ്ഞിട്ട്. പിന്നെ നാത്തൂനെ എടുത്ത് ഒലക്ക എടുത്തോണ്ട് പോയാൽ എന്താ? എന്റെ സ്വർണ്ണമാലയൊന്നുമല്ലല്ലോ ചോദിച്ചു. നിനക്ക് വേണമെങ്കിൽ എടുത്തോണ്ട് പോകൂടി. ഒലക്കവൾക്ക് സ്ത്രീധനം കിട്ടിയൊന്നുമല്ലല്ലോ. ആടാ വേണമെങ്കിൽ എടുത്തോണ്ട് പോയിക്കോ. കൊള്ളില്ലെങ്കിൽ പിന്നെ എനിക്ക് എന്തിനാ? അന്നല്ല അത് ഒടിഞ്ഞ. എനിക്ക് അത്യാവശ്യമായിട്ടൊരു ഒലക്ക വേണം. അപ്പൊ നിന്റെ ഒലക്കയോ? അത് മറ്റേ അന്ന് പട്ടീനെ ഒടിച്ചിട്ടപ്പോഴത്തേനും ക്ലീറ്റ് അതെടുത്തും കൊണ്ട് വീണ് അത് ഒടിഞ്ഞു പോയി. അവനോട് ഒന്നുകൂടെ കൊണ്ടുതരാൻ പറ. അതൊക്കെ ഞാൻ പറഞ്ഞു ക്ലീറ്റ് മേടിച്ചു തരില്ലാന്ന് പറഞ്ഞു. ഇപ്പൊ എന്തിനാ ഞാൻ മിക്സിയിൽ ചെയ്തു തരാം. ഒലക്കൊക്കെ ഒലക്ക് തന്നെ വേണ്ടേ? ഇതെന്തൊരു പാടുക, എന്തിനാന്നത്? മരുന്നിടിക്കാനാന്ന്. മരുന്നിടിക്കാനാണോ? എടുത്തോണ്ടോ, ഞാൻ ചെയ്തു തരാം. എനിക്കൊരു ഐഡിയ ഉണ്ട്. ഐഡിയ എങ്ങോട്ട് ഉണ്ടാക്കാനല്ല പറഞ്ഞത്, കാര്യായിട്ട് മറ്റേതില്ലേ കുരുമുളക് ഇടിക്കണത്. ഏട്ടാ അമ്മയുടെ ചെറുത് ഇങ്ങനെ ടുപ്പുടുപ്പൂന്ന് അതില് ആ തീപ്പെട്ടിക്കൊള്ളി പോലത്തെ സാധനത്തിലല്ലേ ഇത് കൊറേ മരുന്നുണ്ട്, വേരൊക്കെ ഉണ്ട്, ചതക്കണം എന്നാ പറഞ്ഞത്. അടുത്ത എവിടെയാ വീട്ടോട് പോയിട്ട് വാങ്ങിച്ചേ? എനിക്ക് നാണാവൂല ഇങ്ങനെ തെണ്ടിക്കൊണ്ട് നടക്കാൻ. ഇവിടെ ഇവിടെ ഇല്ല എന്ന് പറഞ്ഞു. ഇല്ലെങ്കിൽ ആ അമ്മിയിലിട്ട് ഊത്തിക്ക. അമ്മിയില് കനക ഒരു ഒലക്ക മേടിച്ചു തരാൻ പറ്റുമോ? ആ പുതിയത് മേടിച്ചു കൊടുക്കാൻ. എന്റെ പൊന്നോ, പറഞ്ഞ കേട്ടത്തൊന്ന് സ്വർണ്ണമാല മേടിച്ചു തരാൻ പറഞ്ഞ പോലെ. നേടാ ഒരു ഒലക്കയാടാ ചെറുക്ക. ആ ക്ലീറ്റസിനോട് പറഞ്ഞോടെ നിനക്ക്. ക്ലീറ്റോ മേടിച്ചു തരില്ലാന്ന് പറഞ്ഞു. എന്താ മേടിച്ചു തരില്ലാന്ന്? ക്ലീറ്റോന് നാണക്കേടാന്ന് ഒലക്കയും ചോന്നിട്ട് നടക്കണം. ഓ, അവൻ വെള്ളയും വെള്ളി ഇടണവനല്ലേ. എന്റെ കാക്കിക്ക് എന്തും ചെയ്തല്ലോ. നിനക്കെന്താ നാണക്കേട്? ആ, എനിക്ക് നടക്കാറുണ്ട്. എന്നെ കൊണ്ട് കഷ്ടമുണ്ടടാ. ഒരു ഒലക്ക ഒലക്കൊക്കെ നിങ്ങൾ കടയിൽ പോകുമ്പോ വാങ്ങിച്ചോ. ഞാൻ ഇനി എപ്പോ പോയിട്ടാന്ന്? എനിക്ക് ഇന്ന് അത്യാവശ്യം വൈകുന്നേരത്തേക്ക് വേണ്ടതാന്ന്. കനക ഇല്ല ഇല്ല, എന്നോട് എന്താ അങ്ങനെ പറയല്ലോ? ഒരു ഒലക്ക മേടിച്ചാടാ. എന്നോട് പറയണ്ടാന്ന്. ഞാൻ വാങ്ങിക്കൂല. മരുന്നിനാണെങ്കിൽ ക്ലീറ്റോ ചേട്ടനെ വിളിച്ച് പറ. ഇത് നടക്കില്ല, ഉറപ്പറിയാലോ സ്വഭാവം. അതും നടക്കൂല കനക. എനിക്ക് പിന്നെ ആരോടാടാ പറയാനുള്ളത്? എന്റെ നടു പോകൂടാ. അപ്പൊ നിനക്ക് പോയി വാങ്ങിയ എന്താ കുഴപ്പം? നിനക്ക് അവിടെ നിന്ന് ഒലക്കെ പിടിച്ചോണ്ട് വരാൻ മടിയല്ലേ? മടിയായിട്ടല്ല, ഞാൻ ഈ വെയിലത്ത് പോകണ്ട. അത് തന്നെയല്ല, എന്റെ കയ്യിലില്ല. ഞാൻ ഒരു അരമണിക്കൂർ കൂടി കഴിഞ്ഞിട്ട് ഇവിടെ ഇറങ്ങുമെന്ന് വിചാരിച്ചാണ്. ഞാൻ പോയോട്ട്. മേടിച്ചോ? ഇല്ല ഇല്ല. എടാ എന്താടാ കാല് പിടിക്കാൻ ഒലക്ക മേടിച്ചിട്ടുണ്ടാടാ. ഒലക്കൊക്കെ ക്ലീറ്റസിനോട് പറ. ക്ലീറ്റോ ചേട്ടനെ വിളിച്ച് പറ, സമയം കളയണ്ട. എനിക്കറിയാം. മരുന്ന് വേണമെങ്കിൽ മതി. ചത്ത് കിടക്കണമെന്ന് പറഞ്ഞാലും ആരും നോക്കൂല എന്നെ. മാറിക്കുണ്ടോന്ന് കാളം കൂട്ടി ചോറിട്ട് വേണ്ടേ? പേടിപ്പിക്കണ എന്തിനാ? വാ ചോറുണ്ണ. എന്നിട്ടോ ഞാൻ വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിലും ഉണ്ടല്ലോ, വേണമെങ്കിൽ വന്നാ മതി. ഇന്ന് ഞാൻ ഒലക്ക ഒപ്പിച്ചില്ലെങ്കിലും ഉണ്ടല്ലോ, എന്റെ പേര് നിങ്ങൾ വേറെ ആർക്കെങ്കിലും ഇട്ടോ.